السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ അംഗീകരിച്ച് അനുസരിച്ച് അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗത്തിന് ധാരാളം സ്ഥാനങ്ങളുണ്ട്, ധാരാളം പദവികൾ ആ സ്വർഗത്തിലുണ്ട്. അതിൻ്റെ പേരുകൾ തന്നെ ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ നഈം, ജന്നത്തുൽ ഖുൽദ്, ജന്നത്തുൽ മഅ്വ, ജന്നത്തു അദിൻ, ദാറുസ്സലാം, ദാറുൽ മുത്തഖീൻ, ദാറുൽ ഖറാർ, ഇങ്ങനെ ധാരാളം പേരുകളിൽ വിശുദ്ധമാക്കപ്പെട്ട സ്വർഗം അറിയപ്പെടുന്നുണ്ട്. ഖുർആൻ തന്നെയും അത് പല സ്ഥലങ്ങളിലും അത് പ്രയോഗിച്ചതായി നമുക്ക് കാണാനും സാധിക്കും. എന്നാൽ ഈ പറയപ്പെട്ട കൂട്ടത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത്, സ്വർഗത്തിലെ ഏറ്റവും മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും നൽകിയിട്ടുള്ളത് ജന്നത്തുൽ ഫിർദൗസിനാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. മഹാനായ ഇമാം ബുഖാരി, ഇമാം തുർമിദി തുടങ്ങിയ മുഹദ്ദിസുകൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തുനബി തങ്ങൾ പറയാണ്, ഫൈദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ് എങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസ് തന്നെ അള്ളാഹുവിനോട് ചോദിക്കണേ. കാരണം ഫഇന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗത്തിലെ ഏറ്റവും മധ്യത്തിലുള്ള ഒന്നാണ്. വഅലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നിൽക്കുന്നത്, ഉന്നതമായ പദവി അലങ്കരിക്കുന്നത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, ആ ജന്നത്തുൽ ഫിർദൗസിൻ്റെ മുകളിലാണ് അല്ലാഹു തആല അവൻ്റെ സിംഹാസനം വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ജന്നത്തുൽ ഫിർദൗസിൻ്റെ മുകളിലാണ്. വമിൻഹു, ആ ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ് തഫജ്ജുറുൽ അൻഹാറുൽ ജന്നത്തി, സ്വർഗത്തിലെ നദികൾ, സ്വർഗത്തിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ ആ ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവമെന്നും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വ അൻഹാറും മിൻ ഖംറിൻ ലദത്തിൽ ലിശ്ശാരിബീന വ അൻഹാറും മിൻ അസലിൻ മുസഫാ എന്ന് സ്വർഗത്തിൽ നദിയെ സംബന്ധിച്ച് ശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൻ്റെ 15-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞ ഈ പറയപ്പെട്ട നദികളെല്ലാം അത് ഒഴുകി വരുന്നത്, അതിൻ്റെ ഉത്ഭവ കേന്ദ്രം ജന്നത്തുൽ ഫിർദൗസ് ആണ്. അതുകൊണ്ട് എല്ലാ നിലക്കും വലിയ സ്ഥാനം അലങ്കരിക്കുന്നത് ജന്നത്തുൽ ഫിർദൗസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ മഹദ് ഫള് കൊണ്ട്, അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നമ്മളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ ലിഖാഅ് കാണുന്നവരിൽ നമുക്കെല്ലാവരെയും അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.